രാഹുൽ ഈശ്വർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. എന്റെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനോട് അടി കൂടിയിട്ടാണ് പറഞ്ഞത് ഞാൻ കള്ളക്കേസ് എന്നെങ്കിലും ഒരു വാക്ക് വെക്കും, ഇല്ലെങ്കിൽ ഞാൻ പ്രസ് മീറ്റ് വിളിക്കുന്നതിന് അർത്ഥമില്ല. കള്ളക്കേസ് എന്നെങ്കിലും ഒരു വാക്ക് വെക്കും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്റെ ഇത്രയേ ഉള്ളൂ. ശശി തരൂർ സാറിന്റെ വിഷയത്തിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. പക്ഷെ എന്റെ കാര്യം തീർച്ചയായും ഞാൻ പറയണമെന്നുള്ളത് കൊണ്ട് എന്തൊരനീതിയാണെന്ന് ആലോചിക്കണം. 16 ദിവസം എന്തൊരനീതിയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് ശരിയെന്ന് നിങ്ങൾക്ക് സത്യവും തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഈ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ഒരു കാര്യം, ഞാൻ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ. പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയില്ലേ, ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ, 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്. എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത്. അന്ന് ഞാൻ അകത്ത് കിടക്കുകയാണ്. 8-ാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടു ചില ചാനലുകൾ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നും ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ്. കോടതി എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ഇനി ഞാൻ 1500 പേര് വായിച്ചില്ല കേട്ടോ, ചാറ്റ് GPT-യിലൊക്കെ ഇട്ട് സമ്മറൈസ് ചെയ്താണ് വായിച്ചത്. പറഞ്ഞു ഓരോ കാര്യങ്ങളും ശരിയല്ല. നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം, എന്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്, 16 ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ. ശ്രീ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ? ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പ് ആയിരുന്നു. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും? ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ പൾസർ സുനി, ഞാൻ ആ ഫോട്ടോയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാണ് പോലീസുകാരെ. നമ്മുടെ ഒറിജിനൽ ഫോട്ടോ റിയാസ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി റിയാസ്, എല്ലാവർക്കും അറിയാം റിയാസ് എന്ന് പറയുന്നത്. റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ എടുത്ത് ഫേക്ക് ചെയ്താണ് ആ ഫോട്ടോ ഉണ്ടാക്കിയത്. റിയാസ് വീട്ടിൽ വന്ന് ഇപ്പൊ പറയുകയും ചെയ്തു, എന്റെ ഫോട്ടോ എടുത്ത് അതിൽ പൾസർ സുനിയുടെ മുഖം വെട്ടി ഒട്ടിച്ച് അങ്ങനെയാണ്. ഇതിന്റെ കാര്യമേ 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തു. 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ, ഒരുപാട് ദൂരെ ബാക്കിൽ 2 പേര് നിൽക്കുന്നു. അത് പൾസർ സുനിയാണെന്ന് ധ്വനിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ചു വെച്ചു. പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ടു വെച്ചു. എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിൽ താൻ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് തെളിഞ്ഞല്ലോ എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. നമുക്കറിയാം, ഇതിൽ ദിലീപും അതോടൊപ്പം തന്നെ പൾസർ സുനിയും തമ്മിലുള്ള ഗൂഢാലോചന തെളിവാക്കാൻ അതിന് തെളിവായി അന്വേഷണ സംഘം കണ്ടെത്തിയത് ഒരു സിനിമാ സെറ്റിലെ, ജോർജേട്ടന്റെ പൂരം എന്ന സിനിമാ സെറ്റിലെ ഒരു സെൽഫി ആയിരുന്നു. അതിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ ആദ്യം ദിലീപിന്റെ കൂടെയും രണ്ടാമത് പൾസർ സുനി, 3 മിനിറ്റിന്റെ ഇടവേളയിൽ പൾസർ സുനിയുടെയും ഒപ്പം ഒരു സെൽഫി എടുത്തിരുന്നു. അത് തെളിവായി കോടതിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് ഗൂഢാലോചന തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കോടതി ആ സെൽഫിയെ തള്ളിയിരുന്നു. ആ സെൽഫിയെ ദൈവത്തിന്റെ അനുഗ്രഹം എന്നായിരുന്നു വിളിച്ചിരുന്നത് പ്രോസിക്യൂഷൻ അടക്കം. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്.